ആഴ്ചയിൽ 3 തവണ പള്ളിയിൽ പോകുന്നു. പെൺമക്കളുടെ പരാതിയിൽ വേർപിരിയേണ്ടി വന്ന ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ദുരിതം. പക്വതയില്ലാത്ത മക്കളുടെ പെട്ടെന്നുള്ള ആരോപണത്തിൽ കുടുങ്ങി മക്കളിൽ നിന്നും വേർപിരിയേണ്ടി വന്ന 2 ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ ദുരിതമാണ്. സങ്കടകരമായി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. സ്വീഡിഷ് ദമ്പതികളായ മാനിയേൽ ഭാര്യ ബിയാനിക്ക സാംസൺ എന്നിവരുടെ 2 പെൺമക്കളാണ് സാര 11, ടിയാര 10 സാര സ്കൂളിൽ വച്ച് തന്റെ അധ്യാപികയോട് ഒരു പരാതി ഉന്നയിച്ചു. തന്റെ മാതാപിതാക്കൾ തങ്ങളെ മേക്കപ്പ് ഇടാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ അനുവദിക്കുന്നില്ല. വസ്ത്രധാരണത്തിലും നിയന്ത്രണങ്ങളുണ്ട്. സ്വീഡിഷ് നിയമപ്രകാരം സാറയുടെ പരാതി ഒരു നിയമലംഘനവും കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമാണെന്നു കരുതി കേസെടുത്തു. മാതാപിതാക്കളിൽ നിന്നും കുട്ടികളെ സർക്കാർ വേർപിരിയിച്ച് പ്രത്യേകമായി മാറ്റിപ്പാർപ്പിച്ചു. 4 വർഷമായി കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയുകയാണ്. എന്നാൽ പരാതി ഉന്നയിച്ച സാര പിന്നീട് പരാതി പിൻവലിക്കുകയും മാതാപിതാക്കളെ പിന്തുണച്ച് രംഗത്തു വരികയും ചെയ്തു. എന്നാൽ 2022 വസീകരം നിയമക്കുരുക്കിലായി കുടുംബം അകന്നു തന്നെ കഴിയുകയാണ്. സർക്കാർ അന്വേഷണത്തിൽ മാതാപിതാക്കൾ ആഴ്ചയിൽ 3 തവണ പള്ളിയിൽ പോകുന്ന തീവ്ര മതഭക്തിക്കാരാണെന്നും ഇതാണ് കുട്ടികളെ ചൊടിപ്പിച്ചതെന്നുമാണ് ആരോപിക്കുന്നത്. ഈ കേസ് മാതാപിതാക്കളെക്കാൾ ഏറ്റെടുത്തത് EDF എന്ന സംഘടനയാണ്. മാതാപിതാക്കൾ സമർപ്പിച്ച അപ്പീൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി തള്ളിയിരിക്കുകയാണ്. കുട്ടികൾ പറഞ്ഞ പരാതിയിലെ യാതൊരു തെളിവുമില്ലെന്നു കണ്ടെത്താൻ അധികരണങ്ങൾ കഴിഞ്ഞിട്ടുമില്ല. മാതാപിതാക്കളുമായി ഒന്നിച്ചു താമസിക്കണമെന്ന കുട്ടികളുടെ ആഗ്രഹവും ഇപ്പോഴുള്ളതും അനിശ്ചിതത്വതയാണ്. സാംസൺ കുടുംബത്തിന് അവരുടെ മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നുവെന്ന അവകാശവാദം സ്വീഡിഷ് കോടതികളിൽ ഉന്നയിക്കണമെന്നതിന് സംഘടന പറയുന്നത്. ദൈവമക്കൾ ഈ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക.